അടിപൊളിയല്ലേ? ഡ്രസ്സ് എടുക്കാൻ വന്നെയാന്ന്, ഡ്രസ്സ് എടുക്കണം, പൂ വാങ്ങണം, അതന്നെ. ഇപ്പം പൂ പറിച്ചിട്ട് തന്നെയാന്ന് ആഘോഷിക്കുന്നത്. ഇന്നലെ വരെ വയലിലെല്ലാം പോയി പൂവെല്ലാം പറിച്ചിട്ട് ഇന്നാന്ന് വാങ്ങാൻ വന്നേ. നമ്മളെ നാട്ടിലെ കുട്ടികളെല്ലാം പൂവെല്ലാം പറിക്കാൻ പോകുന്നുണ്ട്. ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന സദ്യ അങ്ങനെ നിലേനെക്കാട്ടും നല്ല എല്ലാവരുമായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ആഘോഷിക്കുമ്പോന്ന് അതിൻ്റെ ഒരു ഓണത്തനിമ. എനിക്ക് ന്യൂക്ലിയർ ഫാമിലിനെക്കാട്ടും കുറച്ചുകൂടി ജോയിൻറ്റ് ഫാമിലിനോടാണ് താല്പര്യം. ജോയിൻറ്റ് ഫാമിലി ഇപ്പോൾ ഞാനും എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ, പിന്നെ അച്ഛമ്മയും ഉള്ളു. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറിയിട്ട് കുറേ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് കസിൻസ് ഒന്നും ഇല്ല, നാട്ടിൽ വീട്ടിനപ്പുറത്തെല്ലാം കുട്ടികളുണ്ട്, അവരെല്ലാം ഉണ്ടാകുമ്പോൾ രസമാണ്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഈ ജോയിൻറ്റ് ഫാമിലി ആകുമ്പോൾ കുറച്ചുകൂടി ആൾക്കാരെല്ലാം ഉണ്ടാകുമ്പോൾ ഈ ഓണത്തിനെല്ലാം നല്ലതായിരിക്കും. ഈ ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ വന്നാൽ ഫുഡ് രാവിലെ പൂക്കളം ഇടുന്ന് ഫുഡ് ഉണ്ടാക്കുന്നത്, അതിലപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ. ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ അങ്ങനെയല്ലേ. ജോയിൻറ്റ് ഫാമിലി ആകുമ്പോൾ കുറച്ചുകൂടി ഓണത്തിൻ്റെ ഒരു രസം അന്നേരമല്ലേ വരൂ. അപ്പോൾ ഈ ജോയിൻറ്റ് ഫാമിലിയിലേക്ക് മാറാൻ പറ്റാതെ നമ്മളെപ്പോലത്തെ ഫാമിലീസ് തന്നെയല്ലോ ഈ നാട്ടുകൂട്ടോ പിന്നെ നാട്ടിലുള്ള വായനശാലയിലും ക്ലബിലെല്ലാം ഉള്ള പരിപാടി ആകുമ്പോൾ കുറച്ച് നമുക്ക് ഓണം വൈബ് എന്നാലേ കിട്ടൂ. ഇപ്പോൾ ഓണം വൈബൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് അവരവരെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ അതിൽ നിന്നെല്ലാം ജീവിതത്തിൻ്റെ തിരക്കിൽ നിന്നെല്ലാം മാറിയിട്ട് ഇങ്ങനത്തെ ഒക്കെ പരിപാടിയെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് ലൈഫിന് റിലാക്സ് ആണ്. പിന്നെ ഓണത്തിൻ്റെ രസം അന്നേരം വരുന്നുള്ളൂ. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.